ഹലോ, ദിസ് ഈസ് തേഴ്സ്ഡേ മോർണിംഗ്. രാവിലെ തന്നെ ചായ കുടിക്കാനുള്ള ധൃതിയിലാണ് ഓടിപ്പോണത്. ഉടനെ തന്നെ ചായ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഈ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളുടെ ഒക്കെ ഒരവസ്ഥയും എന്താണെന്നല്ലേ, പണ്ടൊക്കെ എവിടെയെങ്കിലും വിരുന്നിന് പോയി തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ ബാഗൊക്കെ എവിടെയെങ്കിലുമൊക്കെ എറിഞ്ഞിട്ട് റൂമിൽ പോയി സുഖമായിട്ട് ഇങ്ങനെ കിടക്കും. കല്യാണത്തിന് മുന്നത്തെ കാര്യം കേട്ടോ. നമ്മുടെ റൂം, നമ്മുടെ വീട് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഇമോഷനായിരുന്നു. പക്ഷെ ഇപ്പം എന്തോ, പണ്ടേ ഞാൻ ടി വി കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ ഉമ്മച്ചി വിളിക്കും. ഉള്ളി തൊലി കളിയാനോ എന്തെങ്കിലും വെജിറ്റബിൾ കട്ട് ചെയ്യാനോ ഒക്കെ നമ്മുടെ കയ്യിൽ കൊണ്ട് തന്നിട്ട് നീ അത് ചെയ്യണതിൻ്റെ ഇടയിൽ ഇതുകൂടെ ഒന്ന് കട്ട് ചെയ്താട്ടെ പറഞ്ഞിട്ട് പറയും. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്തോ, ഞങ്ങളുടെ വീട്ടിൽ ഷെൽഫിൻ്റെ ഏറ്റവും മേളിൽ ഗസ്റ്റ് വരുമ്പോൾ മാത്രം എടുക്കാനുള്ള പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പുതപ്പുകൾ ആരെങ്കിലും വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി മാത്രം എടുത്ത് വെച്ചിരിക്കുന്ന പുതപ്പുകൾ, അതൊക്കെ ഇപ്പം ഞാൻ ചെല്ലുമ്പോൾ എടുത്തു തരും. പണ്ട് നമ്മൾ അത് ഉപയോഗിക്കാൻ വേണ്ടി എടുത്താലും അതെടുക്കണ്ട, അത് ഗസ്റ്റിനുള്ളതാ, നമ്മളത് ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ എടുത്തു വയ്ക്കും. അപ്പം ഇപ്പോൾ പിന്നെ നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴും വേണ്ട, അതൊന്നും ചെയ്യണ്ട, നീ അവിടെ ഇരുന്നാൽ മതി, ഞാൻ ചെയ്തോളാന്ന് പറയും. അപ്പോൾ നമുക്കെന്തോ ഒരു എൻ്റെ വീട് തന്നെയല്ലേ എന്നൊരു ഫീലിംഗ്, പഴയ എൻ്റെ റൂം തന്നെയല്ലേ അത്, എൻ്റെ വീട് തന്നെയല്ലേ എന്നുള്ളൊരു ഫീലിംഗ് എന്തോ എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. കഥ പറയണതിൻ്റെ ഇടയിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം റെഡിയായേ. ഇത് മുരിങ്ങക്കായ തോരനാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞു കേട്ടോ. ഇത് നമുക്ക് അതിൻ്റെ തോലില്ലാതെ കാമ്പ് മാത്രം എടുത്തിട്ട് തോരൻ ഉണ്ടാക്കുന്ന രീതിയാണ്. പിന്നെ പിള്ളേരെ സ്കൂളിൽ വിട്ടു, അത് കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. കിച്ചൺ ഇങ്ങനെ ക്ലീനായി കാണുമ്പോൾ ഒരു സമാധാനമാണ്. പിന്നെ കൊണ്ടുപോകാനുള്ള ലഞ്ചൊക്കെ എടുത്തു വെച്ചു, കുളിച്ച് റെഡിയായി. കുറച്ച് നേരം കണ്ണാടിയിലൊക്കെ ഷോയൊക്കെ കാണിച്ചിട്ട് പിന്നെ ഓഫീസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇന്നൊരു 10 മിനിറ്റ് ലേറ്റായിട്ടാണ് എത്തിയത്. പിന്നെ ഞാൻ വേഗം ചെന്ന് ലോഗിൻ ചെയ്ത് മെസ്സേജസിനൊക്കെ റിപ്ലൈ കൊടുക്കാണ്ടായിരുന്നു, അതും കാര്യങ്ങളൊക്കെ ചെയ്തു. ഡ്യൂട്ടി ടൈമിലെ കാര്യങ്ങളൊന്നും പിന്നെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അതും കൂടെ ആകുമ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് വളരെ അധികമാവും. അതുകൊണ്ട് പിന്നെ ഞാൻ സ്കിപ്പ് ചെയ്തു.